ട്രഡീഷണൽ ആയിട്ടുള്ള പല കാര്യങ്ങളോടും ഒരു പ്രത്യേക ഇഷ്ടം ഞങ്ങൾക്ക് കൂടുതലാണ്. ഭാരതനടനത്തിന് ഒപ്പമാണ് ഇവിടെ ഭരതനാട്യവും പഠിപ്പിക്കുന്നത്. 3-4 വർഷങ്ങൾക്ക് മുൻപ് വരെ എൻ്റെ നിത്യതി മക്കൾക്ക് എല്ലാം ഞാൻ തന്നെയാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് എൻ്റെ മാർഗവും അറിവുകളും സ്വീകരിച്ച് അവർ ഓരോരുത്തരും അവരവരുടെ കർമ്മത്തിൽ ഇത്രയധികം നൈപുണ്യം തെളിയിക്കുന്നത് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒരു അധ്യാപികയ്ക്ക് പരമാവധിയും ആരെയും ആശ്രയിക്കാതെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ സ്വയം ചെയ്തെടുക്കുവാനുള്ള കഴിവുണ്ടായിരിക്കണം. ഇന്നുള്ള കാലത്ത് മത്സരങ്ങളിൽ അധികവും ഒരുപാട് കുട്ടികൾക്കും മാനസികമായിട്ട് വളരെയധികം ദുഃഖമുണ്ടാക്കുന്ന അനുഭവങ്ങളാണ് നൽകുന്നത്. ആയതിനാൽ വേദി കയറുന്നതിന് മുൻപ് തന്നെ കുട്ടികൾക്ക് വേണ്ട ആത്മവിശ്വാസവും ഒപ്പം മത്സരമല്ല കല എന്നും പ്രഗത്ഭമായ രീതിയിൽ നിങ്ങൾ പഠിച്ചത് ചെയ്യുക എന്നും തുടങ്ങിയ ഒരുപാട് അറിവുകളും ഉപദേശങ്ങളും മക്കൾക്ക് നൽകാറുണ്ട്. പ്രകൃതിയിൽ അർപ്പിച്ച പ്രാർത്ഥനയിലും അഭ്യർത്ഥനയിലും കൽപ്പനയിലും പൂർണ്ണമായി കർമ്മം അർപ്പിച്ചാണ് ഈ പ്രവൃത്തികളെല്ലാം തന്നെ നിത്യതയിലെ അധ്യാപകർ ചെയ്യുന്നത്. അഥവാ അതാണ് അവർ പഠിച്ചിട്ടുള്ളത്. അനുഭവ സമ്പത്തിലൂടെ ഇനിയും വർഷങ്ങൾ താണ്ടുമ്പോൾ ഈ മക്കളുടെ കൈകളിൽ നിന്നും ഇതിലും ഒരുപാട് ഉയരങ്ങളിൽ ഉത്തമമായ കാര്യങ്ങൾ എത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിത്യതി നൃത്തനാട്യ കലാലയിൽ ഏറ്റവും പ്രധാനമായിട്ടും ഭാരതനടനവും ഭരതനാട്യവും സെമി ക്ലാസിക്കലും നാടോടി നൃത്തങ്ങളുമാണ് പഠിപ്പിക്കുന്നത്. ഒപ്പം പ്രത്യേകമായി സിനിമാ ഗാനങ്ങളും ചിട്ടപ്പെടുത്തുന്നു. വളരെയധികം സഹകരണമുള്ള, വളരെയധികം നമ്മെ മനസ്സിലാക്കുന്ന നമ്മുടെ മക്കളുടെ എല്ലാം രക്ഷകർത്താക്കൾ നിത്യതയുടെ ഏറ്റവും വലിയ ബലമാണ്. ഇനി ഡിസംബർ മാസം കഴിയുമ്പോഴേക്കും നമ്മുടെ നിത്യതയിലെ അധ്യാപകർക്ക് മേക്കപ്പിൻ്റേതായ അടുത്ത ഒരു ക്ലാസ് കൂടി ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പഠനത്തിനോട് ശേഷം അവരിൽ നിന്നും വളരെ മികവുറ്റ കർമ്മതലം ഉറപ്പായും ഉണ്ടാകും.